ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന കുറച്ച് പാക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ പ്രത്യേകിച്ച് പാക്കൊന്നുമല്ല, ഒരു 100 കോയിൻ നെയ്മറിനും പിന്നെ പ്ലെയർ ഓഫ് ദി കാർഡും പിന്നെ കുറച്ച് ഫ്രീ ട്രേസും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാനാണ് വന്നേക്കണത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കണതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് നേരെ പാക്ക് ഓപ്പൺ വീഡിയോയിലോട്ട് കടക്കാം. ഇതൊക്കെ എന്താ? അപ്പോൾ ആദ്യം തന്നെ ഇതെനിക്ക് കിട്ടിയതാണല്ലോ, ഒരാവശ്യമില്ല, വെറുതെ കൊടുത്തു വിടാം. ഇതാണ് മെയിൻ പാക്കൊക്കെ. ഇതിലാരേപ്പാ? CMF ഏത് CMF? തോമസ് ലമ്മർ. ഇതൊന്നും ആവശ്യമില്ല. പുതിയ പാക്കേജ് ഇതിലേക്ക് എന്തിനാണ് കൊണ്ടുവന്നേക്കുന്നത്? ആരും കറക്കൂല. അപ്പോൾ അതിന് നമുക്കിത് രണ്ടും ട്രൈ ചെയ്യാം. 75 പ്ലെയേഴ്സ് ഉള്ളൂ, കിട്ടാൻ ചെറിയ ചാൻസ് ഉണ്ട്. അതിനും കിട്ടിയാലേ. ടാർഗറ്റ് എന്ന് പറയണത് ഈ 3-ൽ ആരെ കിട്ടിയാലും കുഴപ്പമില്ല. ഇതിലും അതേപോലെ തന്നെ. നമുക്ക് ആദ്യം വോളിയം 1 ഇറക്കാം. കൊടുത്തിട്ടുണ്ട്. DMF ഇതിൽ മോചിപ്പിക്കലാണല്ലോ, അതിലെങ്കിലും താഴെ കിട്ടുമെന്നൊക്കെ ചെറിയ പ്രതീക്ഷയില വന്നേക്കണം. ഇപ്പം ഇതൊന്ന് കൊടുത്തു നോക്കാം. ഇത് കിട്ടോ? വോളിയം 2 അവിടെ കിട്ടോ? എടാ, ഇത് ഹൈലൈറ്റ് അല്ലേ? ഹൈലൈറ്റാണെന്ന് തോന്നണം. ഹൈലൈറ്റടാ. പക്ഷേ കിട്ടുമെന്നൊക്കെ ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2 പാക്ക് 25 പ്ലേയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ കുഴപ്പമില്ല, കിടക്കട്ടെ. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി കാർഡ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് എന്ന് പറയണത് കവറേജ് സ്കെയിൽ. ഇവൻ്റെ ഒരു കാർഡ് വരെ എൻ്റെ ഇല്ല. ഇവനെ കിട്ടിയാൽ നല്ലതാണ്. നിക്കോ വില്യംസിനെ കിട്ടിയാലും കുഴപ്പമില്ല. ഹോൾ പ്ലെയറാണ്. എനിക്ക് നിക്കോ വില്യംസിനെ കിട്ടിയ സെറ്റാണ്. പിന്നെ സാവി സിമൻസിൻ്റെ ഏതാണ് ഹോൾ പ്ലെയർ? ഈ 3 പേര് ആരെ കിട്ടിയാലും കുഴപ്പമില്ല ഗൈസ്. ഇതിൽ നിന്ന് 3 പേര് ആരെ കിട്ടിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് എത്താൻ നമുക്ക് പ്ലെയർ ഓഫ് ദി കാർഡ് കറക്കാം. എന്താണിത്? അയ്യോ, ഒന്ന് കറക്കാം. ഇത് റബോണ. ലോങ് റേഞ്ച് കളറ്, ലോങ് റേഞ്ച് ഷൂട്ടിങ്. കറക്കി നോക്കാം ആരായിരിക്കും ടാർഗറ്റ്. എന്താ ഇതാരാ? സാവി സിമൻസാണോ? സാവി സിമൻസാന്ന് തോന്നണ്. സാവി സിമൻസ് ഗൈസ്. എന്തായാലും ഒരു ടാർഗറ്റ് തന്നെയാണ്. ഹോൾ പ്ലെയർ കാർഡാണ്. ഒരു ടാർഗറ്റ് പ്ലെയറെ തന്നെ തന്നിട്ടുണ്ട് ഇവന്മാർ. കഴിഞ്ഞതിൻ്റെ അതിന് മുമ്പത്തോട്ടായിട്ട് അടിയിലത്തെ പ്ലേയേഴ്സിനെ കിട്ടുക. ഇതെന്തായാലും കിട്ടി സാവി സിമൻസിനെ. ഹോൾ പ്ലെയർ കാർഡല്ലേ, സീനായിരിക്കും. പിന്നെ നമുക്ക് ഒരു 100 കോയിൻ ഉണ്ടായത്. ഇത് വേണ്ടാത്ത വേറെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് ഇറക്കിയിടാം. ഇതിലാരെ കിട്ടിയാലെന്താ? ആരും ഇറക്കാൻ പോലുള്ള. അപ്പോൾ ഇതൊക്കെ എന്താ? സെലക്ഷൻ കോൺട്രാക്റ്റ് കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഒസിമനെ മതി. എൻ്റെ ഒരു കാർഡ് പോലും ഇല്ല. ഒസിമൻ എടുത്തിട്ടുണ്ട്. ഒസിമൻ ഇങ്ങനെ വെച്ചൊരു മാച്ച് കളിപ്പിക്കണം. ഒസിമൻ്റെ ഒരു കാർഡ് പോലും ഇല്ല. ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. റൗളോടെ കിടക്കട്ടെ. അങ്ങനെ വേണ്ട. പാക്കൊക്കെ റൗളുടെയും കൂടി കറക്കിയിട്ട് 100 കോയിൻ നെയ്മറുടെ കൊണ്ടുപോയി കൊടുക്കുക. റൗളുടെ ഇറക്കിയിട്ടുണ്ട്. ഇതിലാരാ? ഇപ്പം കിട്ടും റൗളിനെ. ഇതിനൊന്നും വേണ്ട. ഇതിനൊക്കെ അപ്പം റിലീസ് ചെയ്താളെ ഒന്നും കിട്ടൂല. XP എന്താ അവിടെ? പിന്നെ നെയ്മറിൻ്റെ അല്ലേ? നെയ്മർ കിടക്കണ്. 2 ട്രെയിനെ നേരത്തെ കറക്കിയായിരുന്നു, ഒന്നും കിട്ടിയില്ല. ഇവിടെ കിടക്കണ ഈ പ്ലെയറെ തന്ന് ഡൊണ്ണാറുമേന ബേസ് കാർഡ് നെയ്മറുടെ തൊട്ടടിയൊക്കെ കിടക്കണം. പക്ഷേ നെയ്മറുടെ മതി. നെയ്മറ് മാൾട്ടീന് ആരെ കിട്ടിയാലും ഒരു പ്രശ്നമില്ല. ലാഭം തന്നെ. ആരെ കിട്ടിയാലും ഒരു കുഴപ്പമില്ല. 100 കോയിനുള്ളൂ. 20 കോയിനും കൂടി ഉണ്ടെങ്കിൽ കറക്കായിരുന്നു. കറക്കി നോക്കാം. ആരടാ? ഒന്നും കിട്ടൂലടാ. CMF അത്
10 നമ്പറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ജസ്റ്റ് ഒരു നിമിഷത്തേക്ക് നെയ്മറാന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. അതിലും എല്ലാ പാക്കും മോചിപ്പിച്ചിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി കാർഡ് മാത്രം നമുക്ക് ടാർഗറ്റിന് തന്നിട്ടുണ്ട്. അതിൽ കൊള്ളാം. ഇനി 7 100 കിട്ടണമെങ്കിൽ ഇത് ചിലപ്പോൾ കറക്കും. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ഇവിടത്തെ കിടക്കുന്ന ആൾക്കാരെ കിട്ടിയേക്കണം. ബാക്കിയൊക്കെ അടിയിലത്തെ ആൾക്കാരാണ്. ഇവിടെ കിടക്കുന്ന ആളെ കൊണ്ടുപോയി തന്നേക്കണം. പക്ഷേ അതിന് തൊട്ട് പൊക്കത്തെ ആളെ കിട്ടിയെങ്കിൽ ഇത്തിരി കൂടി ലാഭമായാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഇത് നോക്കാം. മറ്റേവൻ്റെ സാവി സിമൻസിൻ്റെ അവനോട്ടെ. സാവി സിമൻസ് ഉണ്ട്. ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് എസ് എസ് ഒക്കെ കളിക്കും ചെക്കൻ. 100 ഓവറോൾ റേറ്റിംഗ് 100 പോവും. ഹോൾ പ്ലെയറാണ്. അവയർനെസ് ഉണ്ട്, ബോൾ കൺട്രോൾ ഉണ്ട്. നല്ലൊരു കാർഡ് തന്നെ കേട്ടോ. ഹോൾ പ്ലെയറിനായിട്ട് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കില്ല് അതൊക്കെ ഡബിൾ ടച്ച് മാസ്റ്റർ ആയിട്ടാണ്. ത്രൂ പാസിങ് ഉണ്ട്. എന്തായാലും കൊള്ളാം. ഫൈറ്റിംഗ് സ്പിരിറ്റൊക്കെ ഉണ്ട്. നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് ടാർഗറ്റിന് കിട്ടിയിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയ നെയ്മറിനെ കറക്കിയിട്ടെല്ലാം കിട്ടിയോന്നും പിന്നെ ഈ ഷോർട്ട് ടൈം ബാക്കില്ലേ 75 പ്ലെയറിനെ അതിൽ നിന്ന് ആരൊക്കെ നിങ്ങൾക്ക് കിട്ടിയതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.